20 ചട്ടിയും വേണം. ഒരു 5 ചാക്ക് ചാണകം വേണം. പിന്നെ രായനെയും കൂടെ കിട്ടണം. രായന് പാവം 100 രൂപ കൊടുത്തിരുന്നാലും അവൻ വന്നിരിക്കും. പാവം ഇന്നിപ്പോൾ അവർ വേണമെങ്കിൽ വിളിച്ചാൽ അവൻ വന്ന് തൂത്തൊക്കെ വൃത്തിയാക്കി ഇതൊക്കെ പോകുന്നു. നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് വേണ്ട, ആരും വേണ്ട. എന്തൊക്കെ നല്ല സാധനമാണല്ലോ. എന്ത് നല്ല സാധനം? എന്തിനാ ശരിയാണോ? ഇതിൻ്റെ കൂടെ ഉള്ളതല്ല. ഇത്ര രൂപയുടെ സാധനം ഇതിനകത്തുണ്ടെന്നറിയാം. ചുമ്മാ അങ്ങോട്ട് കളഞ്ഞാലൊന്നും ഉണ്ടാവില്ല. എൻ്റെ കൂടെ നിൽക്കണം. കൂടെ നിൽക്കാൻ വേണം. അതിനോടത് നമ്മളെ സ്നേഹം വേണം. സ്നേഹം. രാവിലെയൊക്കെ ഞാൻ എൻ്റെ അടുത്ത് എല്ലാ ദിവസവും വരും. എൻ്റെ അടുത്ത് വന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വേണ്ട വല്ലാതെ തരും. പക്ഷെ ഇതിൽ അത്രയും വേര് പിടിക്കും. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പരിചരണവും വലുതായിട്ട് വേണ്ട. ഒരു 5 കിലോ, ഒരു 3 കിലോ, 2 കിലോ ഒക്കെ കിട്ടി, 3 കിലോ ഒക്കെ വെച്ച് കിട്ടിയാലും ലാഭം. 250 രൂപ വിലയാണ്. ഞാൻ ഇത് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പിള്ളേർ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ വേണ്ട, അതിൽ നിന്ന് ഒരു പേരയ്ക്ക ഇറച്ചി തിന്നാം, ഇവിടെ നിന്ന് ഡ്രാഗൺ എടുത്ത് കഴിക്കാം, ഇതിൽ നിന്ന് ചക്ക എടുത്ത് നല്ല കഴിക്കാം. ചക്ക തിന്നാം, ചക്കക്കുരു തിന്നാം. ചക്കക്കുരു ഒന്നും തിന്നണ്ട, ചക്ക തിന്നാം. അതല്ല, അതിലും ചക്കയായി. പിന്നെ മുരിങ്ങ, ഒരു വീട്ടിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് എല്ലാം പറിച്ചെടുക്കാമല്ലോ. എല്ലാം ഉണ്ട്. ഗൗളി യാത്ര, തെങ്ങ്, അതിൽ തേങ്ങയില്ലെന്നേ ഉള്ളൂ. അതിൽ ആരെങ്കിലും കയറ്റിയിട്ട് അതിൽ വണ്ട് കയറി ആരെങ്കിലും കയറ്റിയിട്ട് മരുന്നിടണം. മരുന്ന് വെച്ചാൽ അതിനി കുഴപ്പമില്ലാതെ പോകും. പെരുന്നാളായിക്കൊണ്ടേ, ശനിയാഴ്ച നാളെ പെരുന്നാളാണ്. ഞാൻ പറിച്ചു തിന്നാൻ ഒരുപാടൊന്നും ഇല്ലല്ലോ അതിനകത്ത്. ഒരുപാടാ? ഇത്ര ഇല്ലേ? ഇത്രയും എണ്ണം ഇല്ലേ? ഇത് ചുമ്മാ ഉണ്ടാവണതല്ലല്ലോ. സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് അതിൽ നിന്ന് പറിച്ചു തിന്നതും കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കണമായിട്ട് രാത്രിയും പോലും വ്യത്യാസമില്ലേ? ഒരു ഡ്രാഗണും ഉണ്ട്, ഒരുപാട് ആൾക്കാരും ഉണ്ട്. ഒരുപാട് ആളെന്നല്ല, നമ്മളെ കാസോട്ടത്തില്ലാത്ത ഒരു സാധനം ഇവിടെ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്ന് ഒരു കാ പറിച്ച് തിന്നുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ. അതിൽ നിന്ന് എൻ്റെ മക്കൾ, ചെറുകുട്ടികൾ വന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തെടുത്ത് അവർ ചെത്തി. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ആ ഒരെണ്ണം കിട്ടിയപ്പോൾ തന്നെ എന്തൊരു സന്തോഷമായിരുന്നെന്നറിയാം. ചിന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വരുമെന്ന്. അല്ലല്ല, ഞാൻ ഇത് പഴുത്ത് കഴിഞ്ഞത് എല്ലാവരെയും വീട്ടുകളിലേക്ക് കൊണ്ട് കൊടുക്കും. ഒരെണ്ണം ചാരുവിനെ കൊണ്ട് പറപ്പിക്കും. അത് അതാണെന്ന് നോക്കണം. ആദ്യം പഴുക്കണത്. നീ അങ്ങോട്ട് ഞാൻ പറക്കുന്നു, ഞാൻ മാറി.